കേരളത്തിൽ ഏറെ ഉറ്റുനോക്കിയ ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. കാരണം ദേവികുളം MLA എ രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു. ദേവികുളത്ത് ഇനി എ രാജ MLA അല്ല എന്ന ഹൈക്കോടതി വിധിക്കാണ് അതില്ലാതായി പോയത്. ഏതോടെ എ രാജയ്ക്ക് MLA ആയി തുടരാം. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ് വന്നത്. എ രാജ MLAക്ക് ആശ്വാസമാകുന്ന വിധിയാണ്. അതുപോലെ തന്നെ CPM-നും ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. എ രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നു എന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. അതായത് നമുക്കറിയാം, മൂന്നാറൊക്കെ ഉൾപ്പെടുന്ന ദേവികുളം മണ്ഡലം ഒരു സംവരണ മണ്ഡലമായിരുന്നു. ആ സംവരണ മണ്ഡലത്തിൽ സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ആളല്ല എ രാജ എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദം. 1950 മുൻപ് ആ കുടുംബം കുടിയേറിയതിന് രാജ നൽകിയ രേഖയാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചത്. MLA എന്ന നിലയ്ക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അതും രാജയ്ക്ക് നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ എ രാജ MLA നൽകിയ അപ്പീലിലാണ് ജഡ്ജിമാരായ അമാനുള്ള, PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞത്. സംവരണ സീറ്റിൽ മത്സരിക്കാൻ എ രാജയ്ക്ക് യോഗ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2023 മാർച്ച് 20 ഹൈക്കോടതി ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ റദ്ദാക്കിയത്. നേരത്തെ സുപ്രീം കോടതി ഈ ഹൈക്കോടതി വിധിക്ക് ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു. അതോടുകൂടി അതുപ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തൻ്റെ പിതാവെന്ന് രാജ MLA സുപ്രീം കോടതിയിൽ വാദിച്ചത് സുപ്രീം കോടതി ശരിയായി കണ്ടു. 1950 മുൻപ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്നും രാജ സുപ്രീം കോടതിയിൽ വാദിച്ചു. അത് കോടതി അംഗീകരിച്ചു. അതേസമയം രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ല എന്നാണ് രാജയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന D കുമാർ വാദിച്ചത്. തൻ്റെ മുത്തശ്ശി പുഷ്പം 1950 മുൻപ് കേരളത്തിലെത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയും കേസിൽ വളരെ നിർണായകമായി മാറി. അങ്ങനെ ദേവികുളവും കേരളവും ഉറ്റുനോക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ ഇന്നത്തെ വിധിയിൽ ഒരു പക്ഷേ ദേവികുളത്തെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിൽ നിലമ്പൂർ എന്ന ഒറ്റ സീറ്റല്ല 2 സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. എന്നാൽ അതുണ്ടാകില്ല. ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാതായി മാറിയിരിക്കുന്നു.